നമസ്കാരം. സംസ്ഥാനത്ത് ഈ വർഷം 16 വർഷങ്ങൾക്ക് ശേഷം കാലവർഷം നേരത്തെ എത്തിയെങ്കിലും ജൂൺ ആദ്യവാരത്തോടെ മഴയുടെ ശക്തി കുറയുകയാണ് ഉണ്ടായത്. ജൂണിലെ ആദ്യവാരത്തിൽ മഴയുടെ അളവിൽ 67% കുറവുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ. 47.5 മില്ലിമീറ്റർ മഴ മാത്രമാണ് ജൂൺ 1 മുതൽ 8 വരെയുള്ള ആഴ്ചയിൽ സംസ്ഥാനത്ത് ലഭിച്ചത്. 144.9 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സമയത്താണ് കണക്കുകളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലയളവിൽ 144.9 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടിയിരുന്നത്. പെയ്തത് 47.5 മില്ലിമീറ്ററും. ജൂൺ 1 മുതൽ 8 വരെയുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരമാണിത്. കാലവർഷം മെയ് 24 കേരളത്തിൽ തുടങ്ങിയെങ്കിലും 24 മുതൽ 31 വരെ ലഭിച്ച മഴയുടെ കണക്ക് വേനൽ മഴയിലാണ് ഉൾപ്പെടുക. കാലവർഷ മഴ കണക്കാക്കുന്നത് ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. എല്ലാ ജില്ലകളിലും മഴക്കുറവുണ്ട്. ഇടുക്കിയിലാണ് ഏറ്റവും കുറവ്, 87%. കേരളത്തിൽ കാലവർഷം ശക്തമായി പെയ്തിറങ്ങിയ മെയ് അവസാന വാരം ഉൾപ്പെടെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ ഉൾപ്പെടെ പ്രീ മൺസൂൺ കാലത്ത് സംസ്ഥാനത്ത് പെയ്തിറങ്ങിയത് റെക്കോർഡ് മഴയായിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വേനൽക്കാല മഴ കലണ്ടർ അവസാനിച്ചപ്പോൾ കേരളത്തിൽ ലഭിച്ചത് 116% അധിക മഴ ലഭിച്ചെന്നും കണക്കുകൾ പറയുന്നു. മെയ് 24 ഇക്കുറി കാലവർഷം എത്തിയത്. മെയ് 24 മുതൽ 31 വരെയുള്ള 7 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായി മഴ പെയ്യുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് 440.5% മഴയാണ് ലഭിച്ചത്. എന്നാൽ പിന്നീടുള്ള വാരത്തിൽ കാലവർഷം ദുർബലമായതാണ് സംസ്ഥാനത്ത് മഴയിൽ കുറവുണ്ടായതിന് കാരണം. അതേസമയം വിവിധ ജില്ലകളിലെ മഴക്കുറവിന്റെ കണക്കുകൾ ഇങ്ങനെയാണ്. മലപ്പുറം 79%, വയനാട് 78%, തിരുവനന്തപുരം 76%, പാലക്കാട് 73%, കോഴിക്കോട് 70%, കൊല്ലം 68%, തൃശൂർ 68%, എറണാകുളം 66%, പത്തനംതിട്ട 63%, കണ്ണൂർ 54%, കാസർഗോഡ് 52%, കോട്ടയം 57%, ആലപ്പുഴ 33% എന്നിങ്ങനെയാണ് കണക്കുകൾ. അതേസമയം ജൂൺ 10 ശേഷം വീണ്ടും മഴ സജീവമാകുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ബംഗാൾ ഉൾക്കടൽ, വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് കാലവർഷം വീണ്ടും കേരളത്തിൽ സജീവമാകുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാലവർഷാരംഭം വൈകിയോ ദുർബലമായോ ആയിരുന്നു. ഈ വർഷം മെയ് 24 മൺസൂൺ മഴ കേരളത്തിൽ എത്തിയെങ്കിലും ജൂണിന് മുമ്പ് തുടർച്ചയായി മഴ പെയ്തു. ഇത് സ്കൂളുകൾ വീണ്ടും തുറന്നതുപോലെ ഒരു ഇടവേളയിലേക്ക് നയിച്ചു. മൺസൂൺ സാധാരണയായി ശക്തവും ദുർബലവുമായി മാറി മാറി വരുമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ കാലാവസ്ഥാ നിരീക്ഷകൻ രാജീവൻ എരിക്കുളം പറയുന്നു. കാലവർഷക്കാറ്റ് നാളെ കഴിഞ്ഞ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ ഈ ആഴ്ച മുഴുവൻ മഴ സജീവമായിരിക്കുമെന്നും കാറ്റിന്റെ ശക്തി കുറഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ലഭിക്കാത്തത്. മധ്യ വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ ജില്ലയിലെ മലയോര മേഖലകളിൽ ഇടയ്ക്ക് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. 10-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11-ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും 12-ന് ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.